തൃശ്ശൂരിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത 3 ഇനങ്ങളിലും എ ഗ്രേഡ് ലഭിച്ച ഒരു കുട്ടിയാണ് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത്. സാദിക. കണ്ടോത്താണ് സാദികയുടെ സ്വദേശം. സാദിക, ഏതൊക്കെ ഇനത്തിലാണ് പങ്കെടുത്തത്? പെൻസിൽ ഡ്രോയിങ്, ഓയിൽ പെയിൻറ്റിങ്, ഗ്രൂപ്പ് ഡാൻസ്. അപ്പോൾ എല്ലാ പരിപാടികളും കഴിഞ്ഞ് തൃശ്ശൂരിൽ നിന്ന് മടങ്ങി എത്തി ഇപ്പോൾ അല്ലേ? അപ്പോൾ എങ്ങനെയുണ്ടാ എക്സ്പീരിയൻസ്? ആദ്യത്തെ ദിവസം തന്നെ ഗ്രൂപ്പ് ഡാൻസ് ആയിരുന്നു. ഒരുപാട് വൈകി, രാത്രിയായിട്ട് പിന്നെ ഉറങ്ങാനൊന്നും പറ്റിയില്ല. പിറ്റേ ദിവസം രാവിലെ 9:30 തന്നെ പെൻസിൽ ഡ്രോയിങ്, അതിനുശേഷം വൈകിട്ട് ഒരു 3 മണിയോടുകൂടി ഓയിൽ പെയിൻറ്റിങ്. 3 ഐറ്റത്തിലും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി. അതിന് 3 ഐറ്റത്തിൽ എ ഗ്രേഡ് ലഭിച്ച് ഒരുപാട് സന്തോഷമുണ്ട്. സ്റ്റേറ്റിൽ എല്ലാ വർഷവും പോകാറുണ്ടെങ്കിലും ഈ വർഷമാണ് 3 ഐറ്റത്തിന് എ ഗ്രേഡ് നേടാൻ വേണ്ടി പറ്റുന്നത്. ഒരുപാട് സന്തോഷം. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? സെൻറ്റ് മേരീസ് ഹൈസ്കൂൾ ഫോർ ഗേൾസ് പയ്യന്നൂർ. സ്കൂളിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയാണ്? സ്കൂളിൽ നിന്ന് നല്ല സപ്പോർട്ടാണ്. ടീച്ചേഴ്സ് ആയാലും, ഇപ്പം റെജി സിസ്റ്റർ ആയാലും, ഹെഡ് മിസ്ട്രസ്, ഫ്രണ്ട്സ് ആയാലും എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ടും കൊണ്ട് തന്നെയാണ് ഈ ഒരു നിലയിൽ, അതായത് സ്റ്റേറ്റിൽ പോകാൻ പറ്റിയിട്ടില്ല. സ്കൂളിൽ നിന്നും വേറെ ഒരുപാട് സ്റ്റേറ്റിലേക്ക് പോയിട്ടുണ്ട്. എ ഗ്രേഡ് ലഭിച്ചിട്ടുണ്ട് ഒരുപാട് ഐറ്റത്തിന്. ഇപ്പം സ്കൂളിൽ നിന്നായാലും, ഇപ്പോൾ അച്ഛനും അമ്മയായാലും നാട്ടുകാരായാലും അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും കൊണ്ട് തന്നെയാണ് ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഇങ്ങനെ പ്രൈസ് വാങ്ങാനും വേണ്ടി പറ്റിയത്. നമ്മളിപ്പോൾ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പം ഈ ആർട്ടും അതുപോലെ പഠിത്തവും എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം കുറച്ച് പേരെങ്കിലും പറഞ്ഞിരുന്നു 10ാം ക്ലാസ് അല്ലേ, പറ്റുമോ നിനക്ക്, ഇത്ര ഐറ്റത്തിൽ പങ്കെടുക്കാൻ പറ്റുമോ. അപ്പം എന്നിൽ തന്നെയുള്ള എനിക്കൊരു വിശ്വാസം, പിന്നെ ദൈവാനുഗ്രഹം, അച്ഛനും അമ്മയും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്കൂളിൽ നിന്നായാലും. അപ്പം എന്നെക്കൊണ്ട് പറ്റുമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇനി പഠിത്തത്തിലേക്ക് കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യണം. എല്ലാം ഏകദേശം കഴിഞ്ഞു. അപ്പോൾ ആരുടെ കീഴിലാണ് ഈ 2 ഐറ്റംസും പഠിക്കുന്നത്? അതായത് ഡ്രോയിങ്ങും അതുപോലെ നൃത്തവും പഠിക്കുന്നത് ആരുടെ കീഴിലാണ്? ഇപ്പം ഞാൻ എവിടെയും പോകുന്നില്ല. നൃത്തമായാലും ഡ്രോയിങ് ആയാലും ഒരു കൊറോണയ്ക്ക് മുന്നേ വരെ പോയിട്ട് ഞാൻ നിർത്തിയതാണ്. ഇപ്പോൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യുന്നു. കോമ്പറ്റീഷൻസിന് പോയിപ്പോൾ എനിക്ക് ഏകദേശം ഡ്രോയിങ്ങിൽ ഒരു ഐഡിയ കിട്ടി. അത് വെച്ച് വരച്ച് പോകുന്നു. ഡാൻസ് ഇപ്പോൾ ഗ്രൂപ്പ് ഡാൻസ് സനൽ മാഷാണ് പഠിപ്പിച്ചത് നമ്മളെ. അങ്ങനെ ഞാൻ ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് ഇപ്പോൾ സ്കൂളിൽ നിന്ന് സന്തോഷ് മാഷുണ്ട്. എനിക്ക് ഡൗട്ട് വരുന്ന സമയത്ത് പീറ്റർ മാഷ്, അമിതേച്ചി, ധ്രുവരാജ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേരുണ്ട്. അവരോടൊക്കെ ഡൗട്ട് ചോദിക്കും. സ്കൂളിൽ ഇപ്പോൾ ഡ്രോയിങ് മാഷായിട്ട് സന്തോഷ് മാഷുണ്ട്. അപ്പോൾ ഇനിയുള്ള മുന്നോട്ടുള്ള ഓരോ കോമ്പറ്റീഷൻസിലും നന്നായി വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ക്യാമറമാൻ പവിത്രൻ കണ്ടത്തിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്.